ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രമാണ്. ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1 പാഠപുസ്തകം. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററാണ് ആസിഡുകളും ബേസുകളും. ആസിഡുകളും ബേസുകളും എന്നുള്ള സെക്കൻഡ് ചാപ്റ്ററാണ് ഇന്ന് നമ്മുടെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആസിഡുകളും ബേസുകളും എന്നുള്ളതിൻ്റെ പാർട്ട് 2 ക്ലാസ് ആണിത്, അതായത് രണ്ടാമത്തെ ക്ലാസ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പകുതി പാഠം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള ഭാഗങ്ങളും ടെക്സ്റ്റ് ബുക്കിൻ്റെ, അതായത് പാഠത്തിൻ്റെ ലാസ്റ്റ് വരുന്ന വിലയിരുത്താം എന്ന ഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളും ഉൾപ്പെടുന്ന ക്ലാസ്സാണ്. പാർട്ട് 1ൻ്റെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ആസിഡുകളും ബേസുകളും നോക്കാം. അപ്പോൾ നമ്മളിവിടെ തുടങ്ങുന്നത് ആസിഡും ലോഹങ്ങളും എന്ന ഭാഗത്തു നിന്നാണ്. ആസിഡുകളുടെ 2 സവിശേഷത നിങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. മറ്റൊരു സവിശേഷത കൂടി പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താം. മഗ്നീഷ്യം റിബൺ വായുവിൽ കത്തിക്കുന്ന പരീക്ഷണം മുൻ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇരുമ്പ്, ചെമ്പ് എന്നിവ പോലെ മറ്റൊരു ലോഹമാണ് മഗ്നീഷ്യം. ഒരു ടെസ്റ്റ് ട്യൂബിൽ 1/4 ഭാഗം വിനാഗിരി, നേർപ്പിച്ച അസറ്റിക് ആസിഡ് എടുക്കുക. അതിലേക്ക് മഗ്നീഷ്യം റിബണിന്റെ 3-4 കഷ്ണങ്ങൾ ഇട്ടു നോക്കൂ. നിങ്ങളുടെ നിരീക്ഷണം കുറിക്കൂ. ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗം പെരുവിരൽ കൊണ്ട് അല്പസമയം അടച്ചു പിടിച്ചു നോക്കൂ. എന്താണ് അനുഭവപ്പെടുന്നത്? കുമിളകളായി ഉയർന്നു വന്ന് നിങ്ങളുടെ പെരുവിരലിൽ തള്ളിലുണ്ടാക്കുന്ന വാതകം ഏതാണ്? ഇതറിയാൻ ഒരു പരീക്ഷണം കൂടി ചെയ്തു നോക്കാം. ടെസ്റ്റ് ട്യൂബ് അല്പം ചെരിച്ചു പിടിക്കുക. കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗത്ത് കൊണ്ടുവന്ന ശേഷം വിരൽ മാറ്റൂ. എന്താണ് നിങ്ങളുടെ നിരീക്ഷണം? ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. ആസിഡ് ലോഹവുമായി പ്രവർത്തിച്ചപ്പോൾ ഒരു വാതകം ഉണ്ടായല്ലോ. ഉണ്ടായ വാതകം ഏതാണ്? ആസിഡ് ഒരു ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ വാതകമാണ് അവിടെ ഉണ്ടാകുക. ഹൈഡ്രജനെ ഞാൻ H2 എന്ന് എഴുതുകയാണ്. ഹൈഡ്രജൻ തന്നെയാണ്. തീ കാണിച്ചപ്പോൾ ചെറു ശബ്ദത്തോടെ കത്തിയ ഈ വാതകം ഹൈഡ്രജൻ ആണ്. കണ്ടല്ലോ, ഹൈഡ്രജനെ നമുക്ക് H2 എന്നും എഴുതാം. മറ്റു ലോഹങ്ങളും ആസിഡുകളും ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിച്ചപ്പോൾ ഇതേ ഫലം തന്നെ ലഭിക്കുമോ? കണ്ടെത്താം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കൂ. അപ്പോൾ ഏതൊരു ആസിഡും ഒരു ലോഹവും തമ്മിൽ പ്രവർത്തിച്ചാൽ സ്വതന്ത്രമാവുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഇതാണ് നിങ്ങളിവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. അപ്പോൾ സൈഡിൽ അധിക വായനയ്ക്ക് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഹെൻറി കാവൻഡിഷ് ആണ്. ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങളാണ്. ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്നും ആസിഡുകളുടെ എന്തെല്ലാം പൊതു സ്വഭാവങ്ങളാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത്? പുളിരുചിയുണ്ട്. ലോഹങ്ങളുമായി പ്രവർത്തിച്ച ഹൈഡ്രജൻ ഉണ്ടാകും. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന സന്ദർഭങ്ങളുടെ കാരണം വിശദീകരിക്കാമോ? അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. അതിനുള്ള ഉത്തരം ഇതാണ്. അച്ചാറുകളിൽ നമ്മൾ വിനീഗർ പോലെയുള്ള സംഭവങ്ങൾ ഒഴിക്കാറുണ്ട്. വിനാഗിരി, അത് ആസിഡാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അച്ചാറ് നാരങ്ങ ആയിരിക്കും, നാരങ്ങയിൽ ആസിഡാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ അച്ചാറിടുമ്പോൾ അതിൽ ആസിഡിൻ്റെ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ ആസിഡ് ലോഹങ്ങളുമായിട്ട് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അങ്ങനെ ഹൈഡ്രജൻ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, അതുപോലെ ഹൈഡ്രജൻ സ്വതന്ത്രമാകും. മറ്റ് റിയാക്ഷനുകൾ നടക്കും. അതുകൊണ്ട് അത് ഉപയോഗിക്കില്ല. അതിനുള്ള എക്സ്പ്ലനേഷൻ തരാം. അതേപോലെ തൈര്, മോര് ഇവ ചേർത്ത് കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതിനുള്ള റീസണും അതാണ്. നോക്കിക്കോളൂ. അച്ചാറുകൾ കേടുകൂടാതെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന അസറ്റിക് ആസിഡ്, ഈ അസറ്റിക് ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് കേട്ടോ. ലോഹപാത്രം നിർമ്മിച്ചിരിക്കുന്ന ലോഹവുമായി പ്രവർത്തിച്ചു ഹൈഡ്രജൻ വാതകം ഉണ്ടായി നശിച്ചു പോകുന്നു. ഇതാണ് അതിന് ഉത്തരം. ലോഹപാത്രങ്ങൾ ഉപയോഗിച്ചാൽ തൈര്, മോര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് ലോഹപാത്രങ്ങളിലെ ലോഹവുമായി പ്രവർത്തിച്ചു ഹൈഡ്രജൻ വാതകം ഉണ്ടായി നശിക്കുന്നു. അത് കേടായി പോകും. ഇതുകൊണ്ടാണ് മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതാണ് ഉത്തരം. അടുത്തത് ആസിഡുകളുടെ ഉപയോഗങ്ങളാണ്. വിനാഗിരി ആസിഡ് സ്വഭാവമുള്ള ഒരു പദാർത്ഥമാണെന്ന് നിങ്ങൾക്കറിയാം. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് വിനാഗിരി വീട്ടിൽ ഉപയോഗിക്കുന്നത്? നമ്മൾ വിനാഗിരി മെയിനായിട്ട് അച്ചാറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. പുളിരുചി ലഭിക്കാൻ വേണ്ടി ചേർത്തി കൊടുക്കും. കറകൾ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അടുത്തത് ഫോമിക് ആസിഡിന്റെ ഉപയോഗം നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ചില ആസിഡുകളും അവയുടെ ഉപയോഗങ്ങളും താഴെ പട്ടികയായി നൽകിയിരിക്കുന്നു. വിട്ടുപോയ ഭാഗങ്ങൾ ചേർത്ത് പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ നമുക്ക് ഓരോ ആസിഡിൻ്റെയും ഉപയോഗം നോക്കാം. അസറ്റിക് ആസിഡ് ആണ് അച്ചാർ നിർമ്മാണത്തിന്.
ഫോമിക് ആസിഡ് റബ്ബർ പാലിൽ നിന്ന് റബ്ബർ വേർതിരിക്കാൻ തുകൽ വ്യവസായത്തിന് ഉപയോഗിക്കുന്നു. സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ, സൾഫ്യൂറിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. നൈട്രിക് ആസിഡ് രാസവളം, പെയിന്റ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ടാനിക് ആസിഡ് തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ, കാർബോണിക് ആസിഡ് സോഡാവെള്ളം പോലുള്ള പാനീയങ്ങളിൽ ഉപയോഗിക്കുന്നു. അടുത്തത് ബേസുകളുടെ ഉപയോഗങ്ങളാണ്. ഇത്ര നേരം നമ്മൾ ആസിഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ബേസുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബേസുകളുടെ ഉപയോഗങ്ങൾ നോക്കൂ. ബേസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്താണ് ഉപയോഗം? ഗ്ലാസ് നിർമ്മാണം, മണ്ണിന്റെ ആസിഡിറ്റി കുറയ്ക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ. അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും മരുന്നുകളിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. പട്ടിക വിശകലനം ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് ഏതാണ്? സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. ഇനി സോഫ്റ്റ് സോപ്പ് ആണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് എഴുതണം. മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ബേസുകൾ ഏതെല്ലാം? ഉത്തരം അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡുമാണ് മരുന്നുകളിൽ ഉപയോഗിക്കുന്നത്. അടുത്തത് വരുന്നത് ബേസുകളുടെ ഉപയോഗങ്ങളിൽ ഒന്നാണല്ലോ സോപ്പ് നിർമ്മാണം. നമുക്കും സോപ്പ് നിർമ്മിച്ചാലോ? സോപ്പ് നിർമ്മിക്കേണ്ട കാര്യങ്ങളാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചാൽ മതി. ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. സോപ്പ് നിർമ്മിച്ച് നോക്കുക. നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ ചെയ്യിപ്പിക്കുമായിരിക്കും ഓരോ എക്സ്പെരിമെൻ്റ് ഇതുപോലെ. അടുത്തത് നമുക്ക് മഞ്ഞളാണ് നമ്മുടെ ടോപ്പിക് കേട്ടോ. മഞ്ഞൾ ഒരു പ്രകൃതിദത്ത സൂചകമാണ്. ആസിഡുകളെ തിരിച്ചറിയാൻ നാം ചെമ്പരത്തിപ്പൂ ഉരച്ച കടലാസ് ഉപയോഗിച്ചുവല്ലോ. ഇത് ഒരു പ്രകൃതിദത്ത സൂചകമാണ്. ഇതുപോലെ ബേസുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സൂചകം കണ്ടെത്തിയാലോ? താഴെ പറയുന്ന വസ്തുക്കളിൽ സോപ്പ് ലായനിയോ അപ്പക്കാര ലായനിയോ ഒഴിച്ചു നോക്കൂ. മഞ്ഞൾ ഉരച്ച കടലാസ്, മഞ്ഞൾ കലക്കിയ വെള്ളം, നിറത്തിന് എന്തു മാറ്റമാണ് ഉണ്ടായത്? ബേസുകളുടെ സൂചകമാണ് മഞ്ഞൾ. ബേസുകളെ തിരിച്ചറിയാൻ നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കും. ആസിഡുകളും ബേസുകളും തിരിച്ചറിയുന്നതിന് നിറമുള്ള മറ്റ് സസ്യഭാഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ? ഒരു പരീക്ഷണ പ്രൊജക്റ്റ് നടത്തിയാലോ? അപ്പം ഇത് ഇവിടെ ഉണ്ടാവുന്ന കളർ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ഒരു പിങ്ക് കളറായിട്ട് മാറും. നമ്മൾ റെഡ് കളറൊക്കെ ആയിട്ട് ഇത് മാറും. മഞ്ഞൾ ഓറഞ്ച് റെഡ്, അങ്ങനെ ഒരു റെഡായിട്ട് മാറും. നിങ്ങൾ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാവും കേട്ടോ. മഞ്ഞൾ ബേസായിട്ട് എടുക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുക. ഇനി നമുക്കിവിടെ ചുവന്ന ചീര, നീല ശംഖുപുഷ്പം, ചുവന്ന ക്യാബേജ്, ബീട്രൂട്ടൊക്കെ നിങ്ങൾക്ക് സൂചകങ്ങളായി എടുക്കാവുന്നതാണ്. ഇവ ഓരോന്നും ഉരച്ച പേപ്പർ, ഇവയുടെ ജ്യൂസ്, ഇവ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ കിട്ടുന്ന നിറമുള്ള ദ്രാവകങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് തയ്യാറാക്കൂ. വീട്ടിൽ ലഭ്യമായ ആസിഡുകൾ ഇവ പരിശോധിക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് സസ്യഭാഗം, സ്വാഭാവിക നിറം, ആസിഡിലെ നിറം, ബേസിലെ നിറമൊക്കെ വേർതിരിച്ച് എഴുതാം. ഇപ്പോൾ സസ്യഭാഗം ചുവന്ന ചീരയാണെങ്കിൽ അതിന് സ്വാഭാവികമായിട്ട് ചുവപ്പ് നിറം ഉണ്ടാകും. പക്ഷേ ആസിഡിൽ അതിന് നിറമാറ്റമില്ല, ബേസിൽ നീല കളറാവും. നീല ശംഖുപുഷ്പമാണെങ്കിൽ അതിന് സാധാരണ നീല നിറമാണ്. ആസിഡിലിടുമ്പോൾ ചുവപ്പും, ബേസിൽ നിറമാറ്റമില്ല. ഇനി ചുവന്ന ക്യാബേജ് ആണെങ്കിൽ സ്വാഭാവിക നിറം ചുവപ്പാണ്, ആസിഡിൽ നിറമാറ്റമില്ല, ബേസിൽ നീലയാണ്. സസ്യഭാഗം ബീട്രൂട്ടാണ്, സ്വാഭാവിക നിറം ചുവപ്പ്, ആസിഡിൽ നിറമാറ്റമില്ല, ബേസിൽ നീലയാണ്. പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ നിരീക്ഷണ ഫലങ്ങൾ അപഗ്രഥിച്ച് നിഗമനങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് എഴുതാവുന്നതാണ്. ഇനി നമുക്കുള്ളത് വിലയിരുത്താമാണ്. ആസിഡിന്റെ സൂചകമായി ഉപയോഗിക്കാവുന്നത് ഏത്? ഉത്തരം ആസിഡിന്റെ സൂചകമായിട്ട് നമ്മളിവിടെ പറഞ്ഞത് മഞ്ഞളല്ല കേട്ടോ. മഞ്ഞളാണ് ഇവിടെ. മഞ്ഞൾ പതിമുഖം, ചുവന്ന ലിറ്റ്മസ് പേപ്പർ, ഫിനോൾഫ്തലിനാണ്. ഇതിന്റെ ഉത്തരം ഇപ്പം പറയാം. അതിലൊരു ചെറിയൊരു സംശയം നമുക്കുണ്ട്.
ആസിഡിൻ്റെ സൂചകമായി ഉപയോഗിക്കാവുന്നത് മഞ്ഞളാണ്. ഇതിൽ മാറ്റമുണ്ടെങ്കിൽ പറയാട്ടോ. നമ്മൾക്ക് ചുവന്ന ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം നീലയാണ് ഉപയോഗിക്കുക. ഫിനോൾഫ്തലിനിൽ നിറം ഉണ്ടാവില്ല. ഫിനോൾഫ്തലിൽ എന്താണ് ആസിഡ് നിറം കാണിക്കില്ല. പിന്നെ ഉള്ളത് പതിമുഖമാണ്. പതിമുഖത്തിൻ്റെ കാര്യമാണ് നോക്കേണ്ടത്. ഇതിൻ്റെ ആൻസറിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഒന്നാമത്തെ ആൻസർ മഞ്ഞളല്ല പതിമുഖമാണെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓട്ടോമൊബൈൽ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. അടുത്തത് മേശപ്പുറത്ത് 3 ബീക്കറുകളിൽ ഇരിക്കുന്ന ദ്രാവകങ്ങളിൽ ആദ്യത്തേത് ജലവും രണ്ടാമത്തേത് ആസിഡും മൂന്നാമത്തേത് ബേസുമാണ്. ഇവ ഏതെന്ന് തൊട്ടു നോക്കിയോ രുചിച്ചു നോക്കിയോ മണത്തു നോക്കിയോ തിരിച്ചറിയുന്നത് ശരിയാണോ? എന്തുകൊണ്ട്? ഇവയോരോന്നും തിരിച്ചറിയാനുള്ള മാർഗം നിർദ്ദേശിക്കും. ശരിയല്ല. പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മൾ രുചിച്ചോ മണത്തോ നോക്കാൻ പാടില്ല. ഇവ പലപ്പോഴും അലർജി, ശ്വാസമുട്ട് മുതലായവയ്ക്ക് കാരണമാകും. ബീക്കറിലെ ലായനികൾ തിരിച്ചറിയാൻ ജലം, നീല ലിറ്റ്മസിനോ ചുവന്ന ലിറ്റ്മസിനോ നിറം മാറ്റം ഉണ്ടാകുന്നില്ല. ആസിഡ് ആണെങ്കിൽ നീല ലിറ്റ്മസിന് ചുവപ്പാക്കുന്നു. ആൽക്കലി അല്ലെങ്കിൽ ബേസ്, ആൽക്കലിയെ തന്നെയാണ് നമ്മൾ ബേസ് എന്ന് പറയുക കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. അപ്പം നമുക്ക് അങ്ങനെ തിരിച്ചറിയാവുന്നതാണ്. ലബോറട്ടറികളിൽ ആസിഡുകൾ സൂക്ഷിക്കുന്ന കുപ്പികൾക്ക് ലോഹ അടപ്പുകൾ ഉപയോഗിക്കാറില്ല. ഇതിന് കാരണം വ്യക്തമാക്കുക. ലോഹ അടപ്പുകൾ ഉപയോഗിച്ചാൽ അതിലെ ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിച്ചു ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കുന്നു. കാലക്രമേണ പൊടിഞ്ഞു പോകുന്നു. ആ റിയാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കാത്തത്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ആസിഡുകൾക്ക് യോജിക്കുന്നവയും ബേസുകൾക്ക് യോജിക്കുന്നവയും തരംതിരിച്ച് പട്ടികപ്പെടുത്തു. അപ്പോൾ ആസിഡ് പുളിരുചി. അടുത്തത് ഫിനോൾഫ്തലിൻ ചേർത്താൽ പിങ്ക് നിറമാകും. അത് ബേസാണ്. വഴുവഴുപ്പുണ്ട്, എന്താണ്? ബേസാണ്. അടുത്തത് മീഥൈൽ ഓറഞ്ച് ചേർത്താൽ ഇളം പിങ്ക് നിറയും. അത് നോക്കാം. പതിമുഖ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാക്കും. ഓക്കെ, ഇവിടെ നമുക്കിതിൽ ആസിഡുകൾക്ക് യോജിക്കുന്നവ പുളിരുചിയുണ്ട്, പതിമുഖ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാക്കുമെന്ന് പറയുന്നത് കണ്ടോ. അപ്പോൾ പതിമുഖമാണ്. നമ്മൾ നേരത്തെ ഒരു ചോദ്യം പറഞ്ഞില്ലേ, ഇങ്ങോട്ട് പോവാം നമുക്ക്. ഇതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് പതിമുഖമാണ് വരിക കേട്ടോ. ഇതിൽ തന്നെ ഉത്തരം വന്നിട്ടുണ്ട്. പതിമുഖം ആസിഡിൻ്റെ സൂചകമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പതിമുഖത്തിൽ ആസിഡ് മഞ്ഞയായിട്ട് മാറുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, പതിമുഖമാണ്. അതുപോലെ തന്നെ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കും. മീഥൈൽ ഓറഞ്ച് ചേർത്താൽ ഇളം പിങ്ക് നിറം ലഭിക്കും. അടുത്തത് ബേസ് ആണെങ്കിൽ വഴുവഴുപ്പുണ്ട്. ഫിനോൾഫ്തലിൻ ചേർത്താൽ പിങ്ക് നിറമാകും. കാരരുചിയുണ്ട്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കും. ആസിഡ്, ബേസ് എന്നിവയെ തിരിച്ചറിയാനുള്ള വിവിധ സൂചകങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. സൂചകങ്ങളായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പട്ടിക പൂർത്തിയാക്കൂ. ചെമ്പരത്തിപ്പൂ ഉരച്ച കടലാസ്, നീല ശംഖുപുഷ്പം, ചുവന്ന ക്യാബേജ്, ബീട്രൂട്ട് പ്രകൃതിദത്തം ആസിഡിന്റെ സൂചകങ്ങളാണ് കേട്ടോ. അടുത്തത് ലാബിൽ ഉപയോഗിക്കുന്നത് ആസിഡിൻ്റെയാണ്. മീഥൈൽ ഓറഞ്ച്, ലിറ്റ്മസ് പേപ്പർ നീല ചുവപ്പാകുന്നു. ബ്രോമോ തൈമോൾ ബ്ലൂ, ഫിനോൾ റെഡ്. അപ്പോൾ പ്രകൃതിദത്തമായിട്ട് ബേസിൻ്റെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ആസിഡിൻ്റെ അല്ല. കണ്ടോ, മഞ്ഞൾ ഇവിടെ കണ്ടോ, മഞ്ഞൾ എന്തിൻ്റെയാണ്? ബേസിൻ്റെയാണ്. അപ്പം നമ്മളുടെ പതിമുഖം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ശരിയായ ഉത്തരം. മഞ്ഞൾ, ചുവന്ന ക്യാബേജ് ജ്യൂസ്, ചെമ്പരത്തിപ്പൂ ഉരച്ച കടലാസ്, ഗ്രാമ്പു എണ്ണയ്ക്ക് ബേസിൻ്റെ പ്രകൃതിദത്ത സൂചകങ്ങളാണ്. ലാബിൽ ഉപയോഗിക്കുന്നത് ബ്രോമോ തൈമോൾ ബ്ലൂ, ഫിനോൾഫ്തലിൻ, ലിറ്റ്മസ് പേപ്പർ, തൈമോൾഫ്തലിൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആസിഡിൻ്റെ സൂചകങ്ങളായിട്ടും ബേസിൻ്റെ ആയിട്ടും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇത്രയുമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെങ്കിൽ അറിയിക്കുക. എല്ലാം കമൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എല്ലാ കമൻസിനും ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും അത് ലൈക്കിലൂടെ അറിയിക്കുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.